Hello dears, Assalamu alaikum. Namaskaram. It's me Raihana Jaffer. Welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി യൂട്യൂബിലൊക്കെ വൈറൽ ആയിട്ടുള്ള നല്ല അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. എന്നാലും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഞാൻ ഇതിനു മുമ്പും വേറെ ഉണ്ണിയപ്പമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം. എന്നിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനലിൽ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി നമ്മളൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കാൻ വെക്കുക. പിന്നെ വേറൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് 3/4 കപ്പ് മൈദപ്പൊടിയാണ് പിന്നെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ നമുക്കൊരു 3/4 കപ്പോളം മൈദപ്പൊടി എടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ നിങ്ങൾക്ക് കൊത്താക്കിയിട്ട് വറുത്തിട്ട് നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യുക, അങ്ങനെ ചിരകിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മൾ ഉരുക്കാൻ വെച്ചിട്ടുള്ള ശർക്കര ഉരുക്കിയിട്ടുണ്ടാവും. അത് നമുക്ക് അരിച്ചിട്ട് ഇതിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാവാക്കി എടുക്കണം. അപ്പോൾ കട്ടാതെ മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് വൈകുന്നേരമൊക്കെ ചായക്ക് കടി പെട്ടെന്ന് പോയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ. അരി കുതിർത്ത് അരച്ചൊന്നും വെക്കാതെ അരിപ്പൊടി വെച്ചിട്ട് തന്നെ പെട്ടെന്ന് പോയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ഉണ്ണിയപ്പമാണ്. എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ ഇളക്കി കട്ടാതെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പഴം, ഇതുപോലെ ചെറിയ പഴം, മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പഴം തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ പഴമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 എടുത്താൽ മതി. ഇത് ചെറുതായതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 1.5 പഴം എടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് അടിച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം കൂടെ ചേർത്ത് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഴം ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന് ഒരു തരി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റവയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് കലക്കി ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി അറിയാലോ, ആ ഒരു പരുവത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കലക്കി എടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ കലക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഒഴിച്ച് കൊടുക്കാൻ പരുവത്തിൽ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്, അപ്പക്കാരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 നുള്ള അപ്പക്കാരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഇത് വേണ്ടത്. ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്, നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ കുഴിയിൽ എണ്ണ ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എണ്ണ ഒന്നും ഒഴിക്കാതെ നമുക്ക് ചുടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എണ്ണയിൽ ചുട്ടെടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ണിയപ്പത്തിന്. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ കുഴിയിലേക്ക് നമുക്കിങ്ങനെ ഓരോ സ്പൂണായിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഇനി നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഭാഗം നല്ല ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് മറ്റേ ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. രണ്ട് ഭാഗവും ഏകദേശം നല്ല പോലെ ഒന്ന് ഗോൾഡൻ കളറായി നല്ല പോലെ വന്നിട്ടുണ്ട്. നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയുള്ളൂ. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അടുത്ത ബാച്ച് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ. നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മളിതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചുട്ടെടുക്കുക. എന്നിട്ട് കുറച്ച് സമയം മൂടി വെച്ചാൽ നല്ല പോലെ പൊങ്ങി വരും. അപ്പോൾ അതാ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൻ്റെ മുമ്പ് നമ്മൾ വേറെ ഉണ്ണിയപ്പത്തിൻ്റെ ഒക്കെ റെസിപ്പി ചെയ്തിട്ടുണ്ട്, നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഈവനിങ് സ്നാക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് എല്ലാവർക്കും പെട്ടെന്ന് പോയിട്ട് ഈവനിങ്ങിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പോയി കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല നല്ല റെസിപ്പി ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. കണ്ടോ, നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പോലെ പൊങ്ങി വന്ന് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഷെയർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.